മണിപ്പൂരിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ രാജി ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. പ്രതിസന്ധി ഘട്ടത്തിൽ രാജിവെക്കില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. അതേസമയം ബീരൻ സിംഗിന്റെ രാജി നാടകത്തിൽ കേന്ദ്ര നേതൃത്വം അതൃപ്തി അറിയിച്ചതായാണ് വിവരം. വിശദാംശങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, 2 ദിവസമായി മണിപ്പൂരിൽ ഒരു നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് രാഹുൽ പോകുന്നു, രാഹുലിന്റെ വാഹനം തടയുന്നു, പിന്നീട് ക്യാമ്പുകൾ സന്ദർശിക്കുന്നു, ഗവർണറുമായി ചർച്ച നടത്തുന്നു. ഇതിനിടയിൽ ബീരൻ സിംഗ് ഒരു രാജി വെക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങുന്നു, രാജിക്കത്ത് കീറിയെറിയുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. ഇത്തരം നാടകീയമായ രംഗങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുക. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, പ്രതിപക്ഷം മാത്രമല്ല BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് പോലും ഈ ഒരു വിഷയത്തിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം BJPയുടെ കേന്ദ്ര നേതൃത്വം ഒരിക്കലും ബീരൻ സിംഗിന്റെ ഒരു രാജ്യ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ കേന്ദ്ര നേതൃത്വം പോലും അറിയാത്ത രീതിയിൽ ഈ ഒരു നടപടിയിലേക്ക് കടന്നത്, അതിനെതിരെ ഒരു വിമർശനം എന്തായാലും BJPയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം മുന്നോട്ട് ശക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ നടന്നത് കൃത്യമായ രീതിയിലൊരു നാടകം തന്നെയായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത്. കോൺഗ്രസ് അക്കാര്യം കൃത്യമായ രീതിയിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ സംഭവങ്ങളെ നാടകം എന്ന നിലയ്ക്ക് തന്നെയാണ് കോൺഗ്രസും ഒപ്പം തന്നെ മാധ്യമങ്ങളും ആ ഒരു നിലയ്ക്ക് തന്നെയാണ് അതിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്. നമ്മൾ സാധാരണ പണ്ടത്തെ ആ സിനിമയിൽ കണ്ടതുപോലെ തന്നെയുള്ള ഒരു രീതി, അതായത് അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്നലെ ബീരൻ സിംഗിൻ്റെ ഈ ഒരു രാജി നാടകവുമായി ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രാജിവെക്കണമെങ്കിൽ അത് കഴിഞ്ഞ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ആന്റണി പോലും ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ടായി. രാജിവെക്കണമെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഗവർണർക്ക് അടുത്തേക്ക് പോയി ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുക എന്നുള്ളതാണ്. പക്ഷേ ഇത് അങ്ങനെ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് അവിടെ കൂടിയിരുന്ന ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നു, അവരത് കീറി എറിയുന്നു, ഇനി പോകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നു. അത്തരത്തിലൊരു നാടകം തന്നെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ബീരൻ സിംഗ് ഇന്നലെ നടത്തിയിട്ടുള്ള നടപടികളെ ആ നിലയ്ക്ക് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം തന്നെ BJP ഉൾപ്പെടെ വിമർശിക്കുന്ന ഒരു നിലയ്ക്ക്, അതായത് BJPയുടെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ വിമർശിക്കുന്ന ഒരു നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ മുഖ്യമന്ത്രി അവിടെ ഈ ഒരു ഘട്ടത്തിൽ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു കുറ്റസമ്മതം എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. കാരണം കേന്ദ്രത്തിലും സംസ്ഥാനത്തും BJP തന്നെയാണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു രാഷ്ട്രപതി ഭരണം പോലും ഏർപ്പെടുത്താൻ കഴിയാത്ത നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ അവിടെ ഗവർണർ കത്ത് കൊടുത്തേക്കും എന്ന നിലയ്ക്കുള്ള ചില വാർത്തകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നതും നമ്മൾ വീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഉണ്ടായിരുന്നു. ആ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഈ മുഖ്യമന്ത്രി ഇന്നലെ രാജ്യസന്നദ്ധത അറിയിച്ചെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറല്ല, ഇതൊരു സന്നിഗ്ധ ഘട്ടമാണ്, ഈ ഒരു ഘട്ടത്തിൽ രാജിവെക്കുന്നത് ശരിയല്ല, അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹം രാജിവെക്കാൻ സന്നദ്ധനല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി രാജി എന്തായാലും ഉണ്ടാവില്ല, പക്ഷേ ആ രാജിക്ക് വേണ്ടിയുള്ള ആവശ്യം പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. ശ്രുതി, എബി, ഈ മണിപ്പൂരിൻ്റെ അവസ്ഥ ഇപ്പോഴും വളരെ ആശങ്കയോടെ തന്നെ മുന്നോട്ട് പോവുകയാണല്ലോ. അതായത് KC വേണുഗോപാൽ അടക്കം പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിൽ നിന്ന് ഇതുവരെ വന്ന ചിത്രം ഒന്നുമല്ല, അതായത് ഭയാനകമായ ഒരു ദുരിത കഥകൾ തന്നെയാണ് കേൾക്കേണ്ടി വന്നത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം അവിടെ സന്ദർശിച്ചിട്ട് പോലും ഇത്തരം പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ക്രമസമാധാന സമിതി വരെ രൂപീകരിച്ചിട്ടും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രുതി, നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചതാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് സർക്കാർ സ്പോൺസേഡ് കലാപം എന്ന നിലയ്ക്ക് തന്നെയാണ് കോൺഗ്രസ് ഈ മണിപ്പൂർ വിഷയത്തെ കണക്കാക്കുന്നതും. ആ നിലയ്ക്ക് തന്നെയുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ അമിത്ഷാ അവിടെ താമസിച്ച് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചില നിർദ്ദേശങ്ങളൊക്കെ നൽകി പോകുന്നതല്ലാതെ ഒരു തരത്തിലുള്ള ഇടപെടലും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമാണ് അവിടെ
നിലനിൽക്കുന്നത്. ആ തർക്കമാണ് ഇത്തരത്തിലൊരു കലാപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെ ആയി BJP രംഗത്ത് വരുന്നുണ്ട്. കാരണം 1993 തുടങ്ങിയ പരിപാടിയാണിത്. ഇത് ഇന്നലെ പൊട്ടിപ്പുറപ്പെട്ടൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് ചില രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അതിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. സൈന്യത്തെ പോലും ഇറക്കിയിട്ട് പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന തുടങ്ങിയ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങളൊക്കെയാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇതിന് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? രണ്ട് വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തി ഒരു ചർച്ചയ്ക്ക് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രതിപക്ഷ കക്ഷികളും ഒപ്പം തന്നെ കോൺഗ്രസും ഈ ഒരു വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയായി നിലവിൽ ചർച്ചയ്ക്കൊന്നും തന്നെ തയ്യാറല്ല എന്ന നിലയ്ക്ക് അവിടെ നിലവിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില വിഭാഗങ്ങളെങ്കിലും ചില വിഭാഗങ്ങളുടെ അവരുടെ പ്രതികരണങ്ങൾ ആ നിലയ്ക്കാണ് വരുന്നത്. മുഖ്യമന്ത്രിയെ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല, മുഖ്യമന്ത്രി മാറണം, ഈ മുഖ്യമന്ത്രിയെ കൊണ്ട് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള അനുനയ ശ്രമങ്ങൾക്ക് സാധ്യമല്ല എന്ന് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ അവിടെയുള്ള ആളുകൾ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ രാജ്യാവശ്യം കൂടുതൽ ശക്തമാകുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കുമ്പോൾ പോലും നമ്മൾ ചില പ്രതികരണങ്ങൾ വരുന്നത് വിമാനത്തിലിരുന്നു കൊണ്ട് ഈ ആളുകളെ അല്ലെങ്കിൽ ഈ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നു, ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ അവരെ ഒരുമിച്ചിരുത്തി ചർച്ചയ്ക്ക് തയ്യാറാക്കാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം തന്നെ സമതലങ്ങളിൽ താമസിക്കുന്നവരും മലമുകളിൽ താമസിക്കുന്നവരും ഇങ്ങനെ രണ്ട് നിലയ്ക്ക് ആ വിഭാഗങ്ങളെ തരംതിരിച്ച് അവിടെ ശരിക്കും ഒരു വിഭാഗീയത ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അമിത്ഷായുടെ ചർച്ചയെ തുടർന്ന് പോലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു വിമർശനം കൂടി വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇതിനൊക്കെ തന്നെ ഒരു മരുന്നാകും, അല്ലെങ്കിൽ മണിപ്പൂരിന്റെ മുറിവുണക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മരുന്നാകും എന്നൊരു പ്രതീക്ഷ അല്പമെങ്കിലും ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇരു വിഭാഗങ്ങളെ സന്ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ ഇരു വിഭാഗങ്ങളെയും ക്യാമ്പുകളിൽ അദ്ദേഹം എത്തുകയും അവിടെ അവരുമായി സംസാരിക്കുകയും അദ്ദേഹം സാഹചര്യങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുക ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഒരു ചർച്ചയ്ക്ക് ഒരു കളമൊരുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൂടി എത്തിയാൽ അത് വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ മണിപ്പൂരിൽ നിന്ന് വരാൻ ഇടയാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഈ ഒരു കലാപം അവസാനിക്കരുത് എന്ന നിലയ്ക്ക് ചില ആളുകളെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വിമർശനം കൂടി BJP ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഈ അവസാന ഘട്ടത്തിലും ഉയർന്നു വരുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ അവിടെ 10-60 ദിവസമായിട്ട് ഇതുവരെയും ഈ കലാപം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നതും ഈ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് US നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനോട് ഈ മണിപ്പൂരിലെ പ്രശ്നങ്ങളൊക്കെ ബോധിപ്പിക്കും, എന്നിട്ട് അതിനുശേഷം ചർച്ച നടക്കും എന്നൊക്കെ പറയുകയുണ്ടായി. ഇപ്പോഴും മോദി പുടിനുമായി സംസാരിക്കുന്നു, അവിടുത്തെ റഷ്യയിലെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നു, ഉക്രൈനിലെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിന്റെ കാര്യത്തിൽ ഒരു വാക്ക് മിണ്ടാൻ പോലും മോദി തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഒരു വേദനാജനകമായ ഒരു കാര്യം തന്നെയല്ലേ? കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി മണിപ്പൂരിൽ നിന്നുള്ള ഒരു സംഘം അവർ 3-4 ദിവസത്തോളം ഒരാഴ്ചയോളം കാലം അവിടെ ഡൽഹിയിൽ പോയി താമസിച്ചു. എന്നാൽ അവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയിട്ടോ ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്താതെ മോദി ഉടനെ തന്നെ വിമാനത്തിൽ കയറി അമേരിക്കയ്ക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ പോലുമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. ഇപ്പോൾ അവർ പറയുന്ന അല്ലെങ്കിൽ BJP ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചില ന്യായീകരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ മൗനം അത് കുറ്റകരമായ മൗനം എന്ന് തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ആ നിലയ്ക്കുള്ള വിമർശനം തന്നെ ഉന്നയിക്കുമ്പോൾ നേരത്തെ രാജീവ് ഗാന്ധിയുടെ ചില പ്രതികരണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. വൻമരം വീഴുമ്പോൾ ചില ചെടികളെങ്കിലും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തി എന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണമാണ്. അതിനെ ആവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കാതിരിക്കുന്നതിനെ കുറിച്ച് ഒരു പ്രതികരണമാണ് ആ നിലയ്ക്ക് നടത്തിക്കൊടുക്കുക. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രി തുടരുന്ന ഈ മൗനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. അല്ലാതെ അദ്ദേഹം ഒരിക്കലും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയല്ല. ആ നിലക്ക് മാധ്യമങ്ങൾക്ക് എന്തായാലും ഒരു തരത്തിലുള്ള പ്രതികരണവും ലഭ്യമാകാൻ കഴിയില്ല. നമ്മൾ മണിപ്പൂരിൽ പോലും കണ്ടിരുന്നു ഈ മൻ കി ബാത്തിൽ ഒരു തരത്തിലുള്ള ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ആ മൻ കി ബാത്തിൽ പോലും പ്രധാനമന്ത്രി ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഈ മണിപ്പൂർ വിഷയമായി നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വന്നത്. ഒപ്പം തന്നെ അവിടെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ മണിപ്പൂരിലെ സ്ത്രീകൾ റേഡിയോ കൂട്ടിയിട്ട് കത്തിക്കുന്ന നിലയിലേക്കുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ
പ്രചരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ദൃശ്യങ്ങൾ പോലും ആ ദൃശ്യങ്ങൾ പോലും നമുക്ക് നമ്മുടെ ഉൾപ്പെടെ കയ്യിൽ ആ ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും പ്രധാനമന്ത്രിയുടെ ആ മൗനം തന്നെയാണ് ഇവിടെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശിക്കപ്പെടുന്നത്. എന്തായാലും കലാപം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് മണിപ്പൂരിലുള്ളത്. അവിടെ നിന്ന് ആശ്വാസത്തിന്റെ വാക്കുകൾ, ആശ്വാസത്തിന്റെ വാർത്തകൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും അതിന് ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാവുന്നില്ല, ഫലപ്രദമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് വിമർശനാത്മകമായ രീതിയിൽ തന്നെ പറയാനുള്ളത്. ശ്രുതി, വ്യക്തമാണ് എബി. മണിപ്പൂരിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. പ്രതിസന്ധി ഘട്ടത്തിൽ രാജിവെക്കില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. അതേസമയം ബീരേൻ സിംഗിന്റെ രാജി നാടകത്തിൽ കേന്ദ്ര നേതൃത്വവും അതിർത്തി അറിയിച്ചിരിക്കുകയാണ്. മണിപ്പൂരിൽ സ്കൂളുകൾക്കുള്ള അവധിയും ഈ മാസം 8 വരെ നീട്ടിയിരിക്കുകയാണ്. വിവരങ്ങളാണ് എബി തോമസ് നൽകിയത്.